പി സി ജോർജ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പി സി ജോർജിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും, പി സി ജോർജിന് പിന്നെ വേറെ പണിയൊന്നുമില്ല, എല്ലാവരും കണ്ടു കാണുമെന്ന് വിചാരിക്കും. പി സി ജോർജിൻ്റെ വീഡിയോ എന്താ പറയുക, മുസ്ലിങ്ങളെ വിളിക്കുമ്പോൾ അവരുടെ പരിപാടിക്ക് പോയിട്ട് അവരെ പുകഴ്ത്തി പറയുകയും ബാക്കിയുള്ളവരെയൊക്കെ താത്തിക്കിട്ട്, ക്രിസ്ത്യാനികളുടെ പരിപാടിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുമ്പോൾ ക്രിസ്ത്യാനികളെ പൊക്കി പറയും, ബാക്കിയുള്ളവരെല്ലാവരെയും മോശക്കാരാക്കി ചിത്രീകരിക്കും. ബി ജെ പിൻ്റെ എന്തെങ്കിലും പരിപാടിക്കോ അല്ലെങ്കിൽ ബി ജെ പിക്കാരുടെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കോ പോകുന്ന സമയത്ത് അവരെ ബൂസ്റ്റ് ചെയ്യുകയും ആ സമയത്ത് മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുകയും അങ്ങനെ ഒരു പ്രത്യേകതരം സൂക്കേടാണ് പി സി ജോർജിനുള്ളത്. അപ്പോൾ അദ്ദേഹം ഇതിനിടയ്ക്ക് ലവ് ജിഹാദ് ഉണ്ടെന്ന് മീനച്ചൽ പഞ്ചായത്തിൽ നിന്ന് മാത്രം, മീനച്ചൽ താലൂക്കിൽ നിന്ന് മാത്രം 400 പെൺകുട്ടികളെ ഇതേപോലെ ലവ് ജിഹാദിൻ്റെ ഭാഗമായിട്ട് കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തൊക്കെയോ ഡയലോഗുകളൊക്കെ അടിച്ചിരുന്നു. അതിന് തെളിവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടും ബാക്കിയുള്ള ആൾക്കാർ അതിനെതിരെ പറഞ്ഞപ്പം പിന്നെ ഈ പറഞ്ഞ പി സിനെ ആരും എവിടെയും കണ്ടില്ല. ഒരുപാട് ആൾക്കാർ പി സിക്ക് മറുപടി കൊടുക്കുകയും പി സി പറഞ്ഞ കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് വീഡിയോ ചെയ്യും. അതേപോലെ എന്താ പറയുക, അങ്ങനെ കുറേ റിയാക്ഷൻ വീഡിയോസൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഞാൻ കാണാൻ വൈകിപ്പോയി, 2 ദിവസം മുന്നേ വന്നൊരു വീഡിയോ ആണ്. ഒരു അച്ചായത്തി, ഒരു ചേച്ചി, ഒരു മൂവാറ്റുപുഴക്കാരി അച്ചായത്തി പി സി ജോർജിന് കൊടുത്തൊരു മറുപടിയാണ് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ വന്നിട്ട് ഒരാൾ പി സി പറയുന്ന ഒരു കാര്യത്തിനെ എതിർക്കുമ്പോൾ അതിന് കുറച്ചും കൂടെ ആധികാരികത കൂടും, അവർക്ക് പറയാനുള്ള റൈറ്റ് കുറച്ചും കൂടെ കൂടും. കാരണം അവരുടെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെ നടക്കുന്നില്ല എന്ന് അവരെന്നെ തീർത്ത് പറയുമ്പോൾ പി സി പറയുന്ന ഈ വാദത്തിന് വലിയ പ്രസക്തിയൊന്നും പിന്നെ ഇല്ലല്ലോ. ബാക്കിയുള്ളവരെന്ത് പറഞ്ഞാലും ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇതിൽ ഇത്രയേ ഉള്ളൂ. ആദ്യം ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് നമുക്ക് കേൾക്കാം. ചേച്ചി പറയുന്നത് മുഴുവൻ പോയിൻ്റാണ്. നല്ല ഒന്നാന്തരം അച്ചായൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന തൊടുപുഴക്കാരൻ അച്ചായത്തി എന്ന നിലയിൽ സാറിന് മറുപടി പറയാൻ ഏറ്റവും യോഗ്യതയുള്ള ആൾക്കാരിൽ ഒരാൾ ഞാനാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ മറുപടി സാറേ, 24ാമത്തെ വയസ്സിൽ സാറ് പറഞ്ഞല്ലോ ലവ് ജിഹാദിൻ്റെ എണ്ണം കുറയ്ക്കാനായിട്ട് നമ്മുടെ പെൺപിള്ളേരെ നേരത്തെ കെട്ടിച്ചിട്ടുണ്ടെന്ന്. സാറേ, കാലം 2025 കല്യാണമല്ല ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് തിരിച്ചറിയാൻ വിവരവും പക്വതയുമല്ല പെൺകുട്ടികൾ ജീവിക്കുന്ന നാടാണ് കേരളം. സാറ് ലവ് ജിഹാദിൻ്റെ കണക്ക് പറഞ്ഞല്ലോ. ക്രിസ്ത്യാനി കുടുംബത്തിൽ ലവ് ജിഹാദിനേക്കാളും ദുരിതം അനുഭവിക്കുന്ന അമ്മായിപ്പൻ്റെയും അമ്മായിയമ്മയുടെയും പീഡനം സഹിക്കവയ്യാതെ ആത്മഹത്യ ചെയ്യാൻ ചിന്തിച്ചിരിക്കുന്ന പെൺകുട്ടികളുടെ കണക്ക് സാറിന് അറിയാമോ? സാറിൻ്റെ വീട്ടിൽ ഒരുപാട് ദൂരമില്ല ഇപ്പോൾ റീസെൻ്റ്ലി ആത്മഹത്യ ചെയ്ത ഷൈനിയും മക്കളും ജീവിക്കുന്ന വീട്ടിലേക്ക്, അഥവാ ജീവിച്ചിരുന്ന വീട്ടിലേക്ക് സാർ അവിടെ പോയിരുന്നോ? അവരുടെ ആത്മഹത്യയുടെ കാരണം സാർ അന്വേഷിച്ചിരുന്നോ? സാറ് പറഞ്ഞതുപോലെ തന്നെ നല്ല ഒന്നാന്തരം നസ്രാണി കുടുംബത്തിലേക്ക് കെട്ടിച്ചു വിട്ടത്, അതും പള്ളിയച്ഛനുള്ള കുടുംബത്തിലേക്ക്. അപ്പോൾ വാല്യൂ കുറച്ചുകൂടെ കൂടുവേ. എന്നിട്ട് എന്ത് പറ്റി സാറേ? എന്ത് പറ്റി? ഒരു റെയിൽവേ ട്രാക്കിലെ അമ്മയും മക്കളും ചിന്നിച്ചെതറി. കണ്ടില്ലല്ലോ പി സി ജോർജ് സാറിനെ ആ നാട്ടിലേക്കെങ്ങും. അതിന് മുന്നേ ഒരു ജോലി എടുക്കാൻ സാറിനെ കണ്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ നാട്ടിലെ ലവ് ജിഹാദിന് പരിഹാരം, ലവ് ജിഹാദ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇന്ത്യക്ക് തന്നെ അതിന് പരിഹാരമായിട്ട് പെൺപിള്ളേരെ കെട്ടിച്ചു വിടണം എന്നുള്ള വിഡ്ഢിതരങ്ങൾ, പടുവിഡ്ഢിതരങ്ങൾ സമൂഹത്തിന് മുന്നിൽ എഴുന്നള്ളിക്കുന്നതിന് മുന്നേ ഒന്ന് ആലോചിക്കുക. പറയുന്നതിൽ കാര്യമില്ലേ? പി സി ജോർജ് ലവ് ജിഹാദും വേറെയുള്ളതും തിരഞ്ഞു നടക്കുന്ന സമയത്ത് അവനവൻ്റെ നാട്ടിലെങ്കിലും അല്ലെങ്കിൽ മിനിമം അവനവൻ്റെ കമ്മ്യൂണിറ്റിയിലെങ്കിലും ഉള്ള ആൾക്കാർ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ? ഈ ഷൈനി എന്ന് പറഞ്ഞ ഈ സഹോദരിയൊക്കെ ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പോഴും ആ സങ്കടം വിട്ടു മാറിയിട്ടില്ല. കുട്ടികളെ മുഖം കാണുമ്പോൾ, കുഞ്ഞുങ്ങളുടെ മുഖം കാണുമ്പോൾ നമുക്ക് ഇപ്പോഴും ഫോട്ടോസൊക്കെ യൂട്യൂബിലും ഇതിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ? മക്കൾ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും ജീവിക്കാൻ വേണ്ടിയിട്ട്. ഒരു ഗതിയും വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടല്ലേ ആ അമ്മ കുഞ്ഞുങ്ങളെ കൊണ്ട് ആത്മഹത്യ ചെയ്തത്. അന്നേരം ഈ പി സി എവിടെയായിരുന്നു? ലവ് ജിഹാദ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്, ലവ് ജിഹാദ് എന്ന് പറഞ്ഞിട്ട് ഇതിനൊരു തെളിവും കൊണ്ടുവരാൻ ഇവർക്കാർക്കും സാധിച്ചിട്ടില്ല. വെറുതെ വളവള പറഞ്ഞതുകൊണ്ട് കാര്യമുണ്ട്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അതിന് എവിഡൻസ് വേണ്ടേ? അതൊന്നും ഇല്ല എന്ന് മാത്രമല്ല, എന്നാൽ ഇതിലാണ് ഫോക്കസ്. ആ പാവം പിടിച്ച പെൺകുട്ടികളെ ഒന്ന് സഹായിക്കാൻ ആരെങ്കിലും മുന്നോട്ട് വന്നിരുന്നെങ്കിൽ ഇന്ന് അവർ ഇവിടെ ജീവിച്ചിരുന്നില്ലേ? അതേപോലെ വേറെ എത്ര പേര് ഇപ്പം നാളത്തെ ഷൈനിമാരായിട്ട് ആത്മഹത്യ മുന്നിൽ കണ്ട് ജീവിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർ കണ്ടുപിടിച്ച് അവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം, അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടാൻ വേണ്ടി സഹായിക്കുക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ അവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് പകരം ലവ് ജിഹാദും പൊക്കി പിടിച്ചോണ്ട് നടക്കുക. എന്നിട്ട് ഈ പറയുന്ന പി സിൻ്റെ മരുമോളാരാ? പി സിൻ്റെ മരുമോള് നമ്മുടെ സിനിമാ നടൻ ജഗതിൻ്റെ മോളെയാണ് പി സി ജോർജിൻ്റെ മോൻ ഷോർ ജോർജ് കല്യാണം കഴിച്ചിരിക്കുന്നത്. പാർവതി എന്നായിരുന്നു ആ കുട്ടീൻ്റെ പേര്. ഇപ്പം അൽഫോൻസ എന്ന പേരിലാണ് ക്രിസ്ത്യാനിയായി മാമോദീസയൊക്കെ മുക്കി അൽഫോൻസായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇതെന്ത് ജിഹാദാ? ഇതിന് എന്തോ ഒരു പേരുണ്ട് ഇവരുടെ ഇതിനകത്തെന്ന് തോന്നുന്നുണ്ട്. ലവ് ജിഹാദ് എന്ന് പറയുന്നത് കുരിശുദ്ധം, എന്താ
ലവ് കുരുക്ഷേത്ര അത് ഹിന്ദുക്കൾക്ക്, ഇതേപോലെ ക്രിസ്ത്യാനിക്കും ഉണ്ട്. ചാടിച്ചുകൊണ്ട് വന്നിട്ട് സ്വന്തം മതത്തിലേക്ക് ചേർത്തിട്ട്. ഞാനിത് പറയുമ്പോൾ ഒരിക്കലും ഞാൻ ഒരു വർഗീയവാദിയാണ്, തീവ്രവാദിയാണ് എന്നൊന്നും ആരും വിചാരിക്കരുത്. എനിക്ക് ഒരുപാട് നല്ല ക്രിസ്ത്യൻ, ഹിന്ദു സുഹൃത്തുക്കളുള്ള ആൾ തന്നെയാണ് ഞാൻ. അവരോട് ആരോടും ഞാൻ വർഗീയത കാണിക്കാറില്ല. ഞാൻ പറയുന്നത് ഇതേപോലുള്ള പാഷാണത്തിൽ കൃമികളെ മാത്രം ഉദ്ദേശിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ അച്ചായത്തി പറഞ്ഞതിന് എനിക്കും പറയാനുള്ളൂ, ആദ്യം ഇതൊക്കെ ഒന്ന് നോക്കുക, അതിന് ശേഷം എന്താക്കാം വർഗീയത പറയാം. പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ മേക്കത്ത് കയറുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി റെഡിയാക്കിയതിന് ശേഷം മതി. അതാകുമ്പോൾ അതിന് കുറച്ചും കൂടെ അന്തസ്സുണ്ടാവും. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ടാറ്റ.